ഏലിയനുകൾ വേഷം മാറി നമുക്കിടയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ? കേട്ട് കഴിയുമ്പോൾ ഒരു മണ്ടൻ ചോദ്യമായിട്ടൊക്കെ നമുക്ക് തോന്നാമെങ്കിൽ കൂടെയും ഇത്തരമൊരു ആശയം മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് ലോകപ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ്. എന്തുകൊണ്ടാണ് അവർ ഇത്തരം വിചിത്രമായ ഒരു ആശയവുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്? എന്താണ് ഇതിനോട് ചേർത്തുകൊണ്ട് അവർക്ക് പറയാനുള്ളത്? ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പങ്കുവെച്ച രഹസ്യങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു AF World. അഫ്ലു ഹിയർ. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിരന്തരമായിട്ട് നമ്മളുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഏലിയനുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, പല രാജ്യങ്ങളുടെയും പാർലമെൻറ്റുകൾക്കകത്ത് പോലും ഏലിയനുകൾ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറുന്നുണ്ട്. നാസയാണെങ്കിലും US-ൻ്റെ ഡിഫൻസ് വിഭാഗമാണെങ്കിലും ഒരുപോലെ തന്നെ ഇത്തരത്തിലുള്ള അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റുകളെ കുറിച്ച്, അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് അനോമലീസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി സംയുക്ത കമ്മിറ്റികൾ പോലും രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ കാലങ്ങളായിട്ട് വ്യത്യസ്ത വീഡിയോകളിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ചാനൽ നോക്കി കഴിഞ്ഞാൽ അത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ സാധിക്കും. എന്തൊക്കെ തന്നെയായാലും ആ ഒരു വിഭാഗത്തിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളൊരു പേപ്പറാണ്. നമുക്കറിയാം, നമ്മൾ മാനവരാശി അല്ലെങ്കിൽ നമ്മൾ മനുഷ്യകുലം കാര്യമായിട്ടുള്ള ചിന്തകളിലേക്ക് കടന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള മോഡേൺ ടെക്നോളജികൾ നമ്മൾ വികസിപ്പിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ 100-200 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം എപ്പോഴും അവിടെയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം ഉടലെടുക്കുന്നത് ചോദ്യങ്ങൾ തന്നെയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ മാത്രമാണ് വലിയ ഒരുപാട് കണ്ടെത്തലുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്കറിയാത്ത ഏലിയനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ തന്നെ ഇവിടെ ഉയർന്നു വരുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ 2 ഗവേഷകരും അതുപോലെ തന്നെ മൊണ്ടാന യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗവേഷകനും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഏലിയനുകൾ നമുക്കിടയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ, അവർ വേഷം മാറി നമ്മൾക്കിടയിൽ തന്നെ ഉണ്ടോ എന്നൊക്കെ വിശദീകരിക്കുന്ന നിലയിലുള്ള ഒരു പേപ്പർ തന്നെ പുറത്തിറക്കിയിട്ടുള്ളത്. അതിനൊരു പേര് നൽകിയിട്ടുള്ളത് ക്രിപ്റ്റോ ടെറസ്ട്രിയൽ ഹൈപ്പോത്തിസിസ്, എ കേസ് ഫോർ സയൻറ്റിഫിക് ഓപ്പൺനെസ് ടു എ കൺസീൽഡ് എർത്തലി എക്സ്പ്ലനേഷൻ ഫോർ അൺഐഡൻറ്റിഫൈഡ് അനോമലസ് ഫിനോമിന എന്നതാണ്. ഒരു വലിയ പേര് തന്നെയാണ്. അത് ഹാർവാർഡ് പോലുള്ള ഒരു യൂണിവേഴ്സിറ്റി, വളരെയധികം പ്രശസ്തമായിട്ടുള്ള ആധികാരികത എപ്പോഴും നിലനിർത്തുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇത്തരം ഒരു പേപ്പർ പുറത്തിറക്കുന്ന കാര്യത്തിൽ ഒരുപാടധികം ഡിസ്ക്ലെയിമറുകൾ കൂടെ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പേപ്പർ അവർ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിനങ്ങനെ ഒരു ആധികാരികമായിട്ടുള്ള സയൻറ്റിഫിക് ബാക്കപ്പോ അല്ലെങ്കിൽ ഹാർവാർഡിൻ്റെ തന്നെ ബാക്കപ്പോ മറ്റൊന്നുമില്ല. ഒരു തുറന്ന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ടുള്ള എന്ന നിലയിലൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഹ്യൂമൻ ഫ്ലോറിഷിംഗ് പ്രോഗ്രാമിൻ്റെ അണ്ടറിലാണ് ഇത്തരം ഒരു പേപ്പർ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി എന്തുകൊണ്ട് ഇവിടെ വലിയ തോതിൽ ഏലിയനുകൾ ചർച്ചകൾക്ക് വിധേയമാകുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ ക്യാമറകളാണ്, CCTV ക്യാമറകളൊക്കെ തന്നെയാണ്. അപ്പം ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ നോക്കുകയാണെങ്കിൽ പഴയ കാലത്ത് ആകാശത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ ഒക്കെ നീങ്ങുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പലതരത്തിലുള്ള ഒബ്ജക്റ്റുകളെയും നമ്മൾ മുൻപുഗാമികളായിട്ടുള്ള ആളുകൾ, നമ്മുടെ പൂർവികരായിട്ടുള്ള പലരും കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ പുറം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ എപ്പോഴും ഈ ആളുകളെ നമ്മൾ കളിയാക്കാറാണ് പതിവ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ക്യാമറകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളുടെ ചുറ്റുപാടുകൾ ഒരുപാടധികം ക്യാമറകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആളുകൾ നേരിട്ട് കാണുന്ന, മനസ്സിലാക്കാൻ കഴിയാത്ത ഈ ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ പറക്കും തളികളെയും മറ്റൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഈ ക്യാമറകളുടെ സഹായത്തോടു കൂടി തന്നെ ചിത്രീകരിക്കാൻ സാധിക്കുന്നുണ്ട്, ഒപ്പിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ക്ലിപ്പുകൾ പുറത്തു വരികയും അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകാൻ US ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ US-ൻ്റെ ഡിഫൻസ് വിഭാഗത്തിനോ നാസക്കോ പോലും കഴിയാത്ത ചില സാഹചര്യങ്ങളോ വരുന്ന അവസരത്തിലാണ് വലിയ തോതിൽ ഏലിയനുകളിലേക്ക്, ഇത്തരം പ്രതിഭാസങ്ങൾക്ക് പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ശക്തികളാണോ, അന്യഗ്രഹ ജീവികളാണോ എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളിലേക്കൊക്കെ തന്നെയും നമ്മളുടെ ചിന്തകൾ നീളുന്നത്. ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള 2-3 ക്ലിപ്പുകൾ ഈ അടുത്ത കാലത്തായിട്ട് വലിയ തോതിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഒരു US നേവി ഉദ്യോഗസ്ഥൻ, ഒരു പൈലറ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു അൺഐഡൻറ്റിഫൈഡ് ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. വലിയ തോതിൽ തന്നെ അത് വൈറലായിട്ടുണ്ടായിരുന്നു. എന്താണ് ആ പറന്നു പോകുന്ന വസ്തു എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകാൻ ഇന്നേ വരെ ആർക്കും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കടലിനടിയിലൂടെയും ഇതുപോലെ തന്നെ ഒരു സബ്മറൈനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ വേഗതയിൽ മറ്റൊരു വെസൽ പോലുള്ളൊരു വസ്തു കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ നമുക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. ഇതുപോലെ ഇനി മൂന്നാമതായിട്ട്
വരുന്നത് വോൾക്കാനോയിൽ നിന്നും പറന്നുയരുന്ന ഒരു വെളിച്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഒരു രൂപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ തന്നെ പൊപ്പോക്കറ്റപെറ്റൽ എന്ന് പറയുന്ന മെക്സിക്കോയിലുള്ള ഒരു വോൾക്കാനോയുടെ അകത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകാശപൂർണ്ണമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് പറന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വൈറലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയ തോതിൽ തന്നെ ആളുകളുടെ ചിന്ത പിന്നെയും ഏലിയനുകളിലേക്ക് നീളുന്നുണ്ട്. ഇത്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് പുറകിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അന്യഗ്രഹ ജീവികളാണോ എന്ന് തുടങ്ങിയിട്ടുള്ള ചിന്തകൾ വലിയ തോതിൽ നമുക്കിടയിൽ ഉണ്ടായി വരുന്നത്. പക്ഷേ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിക്ക് പുറത്ത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിലും നമുക്ക് ഇന്നേ വരെ ജീവൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും ഇതിന് പുറകിൽ? ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നൊക്കെ തന്നെയാണ് ഏലിയനുകൾ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അമാനുഷികരായിട്ടുള്ള ജീവികൾ നമുക്കിടയിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്ന് പറയുന്ന തരത്തിലുള്ള പല അനുമാനങ്ങളിലേക്ക്, ഹൈപ്പോത്തിസിസുകളിലേക്ക് ഗവേഷകർ ഒരുപോലെ തന്നെ എത്തിച്ചേരുന്നത്. അങ്ങനെ നമുക്കിടയിൽ ഇത്തരത്തിൽ അമാനുഷികരായിട്ടുള്ള ജീവികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരാരായിരിക്കും? അവർ എവിടെ നിന്ന് വന്നവരായിരിക്കും? അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ നമ്മളെക്കാൾ വലിയ ഇൻ്റലിജൻസ് ലഭ്യമായിട്ടുള്ളത്? പറക്കുന്ന തളികകളും മറ്റുമൊക്കെ എങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത്? ഇത്തരം കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹാർവാർഡിലെ ഗവേഷകർ 4 തിയറികൾ കൂടെ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഹ്യൂമൻ ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് എന്ന് പറയുന്ന തിയറിയാണ്. അതായത് മനുഷ്യർക്കിടയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തോതിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ വളരെയേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങളോ മറ്റോ കാരണം ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി പോയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ വിഭാഗം. അവരിപ്പോഴും യാതൊരുവിധ നാശവും സംഭവിക്കാതെ നമുക്കിടയിൽ തന്നെ മറഞ്ഞു ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അവരിൽ നിന്നാകാം ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ ഒരു തിയറി വിശദീകരിക്കുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഒരു അത്ഭുത നഗരത്തെക്കുറിച്ച് പലപ്പോഴും നമ്മളൊക്കെ സംസാരിക്കാറുണ്ട്. പിൽക്കാലത്ത് കടലിലേക്ക് താഴ്ന്നു പോയൊരു സിറ്റി അല്ലെങ്കിൽ ഒരു മാജിക് സിറ്റിയാണത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ടെക്നോളജിയിൽ വലിയ തോതിൽ തന്നെ അഡ്വാൻസ്ഡ് ആണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വിശേഷണങ്ങളും ഈ അറ്റ്ലാന്റിക് എന്ന് പറയുന്ന സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലാകാലങ്ങളായിട്ട് ആളുകൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സിറ്റി നശിച്ചു പോയിട്ടില്ല എങ്കിൽ, അവിടുത്തെ ആളുകൾ ഇന്നും അതുപോലെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ടെക്നോളജിയിൽ വലിയ തോതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ആളുകൾ അവരുടെ വാഹനങ്ങളുമായിട്ട് ഭൂമിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന പല കാര്യങ്ങൾ, അവരുടെ വാഹനങ്ങളോ മറ്റൊക്കെ വലിയ തോതിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവയൊക്കെ തന്നെ നോക്കിക്കാണുമ്പോൾ അതെന്താണ് എന്നൊരിക്കലും നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചോളണമെന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഒരു കാര്യമായിരിക്കാം സംഭവിക്കുന്നത് എന്നതാണ് ഇവർ മുന്നോട്ടേക്ക് വെക്കുന്ന ഒന്നാമത്തെ തിയറി. ഈ ഒരു അറ്റ്ലാന്റിസ് സിറ്റിയെക്കുറിച്ച് നമ്മൾ മുമ്പേ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു തിയറി എന്ന് പറയുന്നത് ഹൊമിനിഡ് ഓർ തെറോപോഡ് ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് എന്ന് പറയുന്ന ഈ ഒരു തിയറി വിശദീകരിക്കുന്നത് നമ്മുടെ എവല്യൂഷൻ പ്രകാരം നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഭൂമി ഉണ്ടായി, വ്യത്യസ്ത ജീവജാലങ്ങളുണ്ടായി, അവിടെ നിന്ന് ഇങ്ങോട്ട് കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ഒരുപാടധികം മാറ്റങ്ങൾ സംഭവിച്ചു. ഒരു പൊതുപൂർവികനെ മനുഷ്യരും കുരങ്ങനും ഒരുപോലെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം മാറ്റങ്ങൾ ഉണ്ടായി, നമ്മളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മനുഷ്യർ വലിയ തോതിൽ ഇൻ്റലിജൻ്റ് ആയതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു ജീവി വിഭാഗം കൂടെ ഇൻ്റലിജൻ്റായി മാറിയിട്ടുണ്ട് എങ്കിൽ അവരാണ് നമുക്കിടയിൽ ഇത്തരത്തിൽ ഒളിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അവരിൽ നിന്നും ഇതുപോലെ തന്നെ അമാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യർക്ക് വ്യത്യസ്ത ഇവല്യൂഷൻ സംഭവിച്ച് നമ്മളിന്ന് കാണുന്ന നിലയിലേക്ക് വലിയ തോതിൽ ഇൻ്റലിജൻ്റ് ആയതുപോലെ തന്നെ ഡൈനോസറുകളുടെ ഒരു വിഭാഗത്തിനും ഇതുപോലെ തന്നെ മാറ്റങ്ങളൊക്കെ സംഭവിച്ച് അവരും വലിയ തോതിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് അവർ മനുഷ്യരിൽ നിന്ന് ഒളിച്ച് താമസിക്കുകയാണെങ്കിലോ? ചിന്തിക്കാൻ വകയുള്ള ഒരു കാര്യമാണ്. ഇത്തരം ചിന്തകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പേപ്പർ ഇവർ ഏതായാലും പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു തിയറിയെക്കുറിച്ച് നോക്കുമ്പോൾ ഫോർമർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് എന്ന് പറയുന്ന ഈ ഒരു തിയറി വിശദീകരിക്കുന്നത് ഒരുപാടധികം വർഷക്കാലങ്ങൾക്ക് മുമ്പ് മനുഷ്യരുടെ ഇടയിലേക്ക് വാനലോകത്ത് നിന്നും അവതരിച്ചിട്ടുള്ള അല്ലെങ്കിൽ എത്തിച്ചേർന്നിട്ടുള്ള മുൻകാലത്ത് നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുള്ള ഏലിയനുകൾ ഒരു പക്ഷേ അവർ മനുഷ്യരോട് ഇടപഴകി നമുക്കിടയിൽ തന്നെ ജീവിക്കുന്നതാകാം. അവരുടെ വാഹനങ്ങളും അവരുടെ ടെക്നോളജികളും അവർ നമുക്കറിയാത്ത നിലയിൽ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ ഒളിപ്പിച്ചു വെക്കുന്നതാകാം. ഒരു പക്ഷേ അവയൊക്കെ തന്നെയാകാം ആകാശത്തിലൂടെയും മറ്റുമൊക്കെ പറന്ന് നീങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ അതിനുൾഭാഗത്ത് നിന്ന് പോലും ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ മുകളിലേക്കൊക്കെ യാത്രയാകുന്നത് അവരുടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള വാഹനങ്ങളാകാം എന്ന് തുടങ്ങിയിട്ടുള്ള വിശദീകരണങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഇനി നാലാമതായിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് മാജിക്കൽ ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് ആണ്. അതായത് എല്ലാ മതങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, എല്ലാ രാജ്യക്കാർക്കിടയിലും പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്.
അമാനുഷികമായിട്ടുള്ള പല ജീവജാലങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളും നമുക്കിടയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് ഒരു കാര്യം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പ്രേതം, ഭൂതം, ചാത്തൻ, മറുത അങ്ങനെ തുടങ്ങിയിട്ട് മലയാളത്തിൽ നമ്മൾ വിശദീകരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഹിന്ദു മതത്തിലുള്ള ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഇസ്ലാമിലേക്ക് നോക്കുമ്പോൾ, അറബ്സിൻ്റെ ഇടയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ജിന്ന്, ഷെയ്ത്താൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ വിശദീകരിക്കാറുണ്ട്. ഇനി ക്രിസ്ത്യൻസിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഏഞ്ചൽ, ലൂസിഫർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതായത് മനുഷ്യർക്കിടയിൽ തന്നെയുള്ള നമുക്ക് കാണാൻ കഴിയാത്ത അമാനുഷികരായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഈ വിഭാഗത്തിൽ നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങളായിക്കൂടെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചിന്തയിലേക്കാണ് ഈ ഒരു തിയറി വിരൽ ചൂണ്ടുന്നത്. കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പോസിബിലിറ്റികളിലേക്ക് വിരൽ ചൂണ്ടുന്ന നിലയിൽ തന്നെയാണ് ഇത്തരമൊരു പേപ്പർ പുറത്തിറക്കിയിട്ടുള്ളത്. ഒരു തോട്ട് പ്രോസസ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള നിലയിലാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഇത്തരമൊരു റിസർച്ച് പേപ്പർ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ നിലയിൽ തന്നെ നമുക്ക് ഒരു ധാരണ ലഭിച്ചാണ് വിചാരിക്കുന്നു. ഒരു പക്ഷേ സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഉണ്ടായിക്കൂടായില്ല എന്നൊക്കെ പറയുന്ന നിലയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഇത് പൂർണ്ണമായിട്ടും ഇങ്ങനെയാണ് എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. ഇത് പൂർണ്ണമായിട്ടും ഇങ്ങനെ അല്ല എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ആകാശത്തും മറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഒബ്ജക്റ്റുകളുടെ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ തന്നെ ഉത്തരവാദികളായിട്ടുള്ളത് ആരായിരിക്കും? ഈ പറഞ്ഞ 4 തിയറികളിൽ ഏത് വിഭാഗത്തിനാണ് അതിൽ കൂടുതലായിട്ട് സാധ്യത ഉള്ളത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.